ഹൃദയതാളത്തെ തൊട്ടുണർത്തുന്ന സ്വർഗീയ താളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. UK-യിൽ ജനിച്ചു വളർന്ന മലയാളി പെൺകുട്ടി നാട്ടിൽ ഒരു കൂട്ടുകുടുംബത്തിൽ മരുമകളായി എത്തുന്നു. ശൈത്യവും ഏകാന്തതയും നിറഞ്ഞ ലണ്ടൻ ജീവിതത്തിൽ നിന്നും വേനലിന്റെ ചൂടും കൂട്ടുകുടുംബത്തിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അവൾക്ക് ആനന്ദം പകർന്നു. അവരുടെ ഒരു ദിവസം ഇതാ ആരംഭിക്കുന്നു. മമ്മി, രാവിലെ തന്നെ കുക്കിങ്ങിലാണല്ലോ. ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? നിങ്ങളുടെ വീട്ടിൽ എന്താ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നേ? ഞങ്ങളുടെ അവിടെ ബ്രെഡ്, ജാം, എഗ്, സോസേജ് അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പിന്നെ പോറിഡ്ജ്. ഓ, അതിവിടെ നമ്മുടെ നാട്ടിലെ പശുവിനൊക്കെയാ കൊടുക്കുന്നത്. എന്നാ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് കേക്കട്ടെ. ഇന്ന് മമ്മിയും അമ്മായിയും വലിയ Mappangal was fantastic. Now I'm all excited for lunch. നിങ്ങൾ അവിടെ സാധാരണ ഉച്ചയ്ക്ക് ലഞ്ചിന് എന്താ മോളെ ഉണ്ടാക്കുന്നേ? ഓ, അവിടെ മമ്മി മൺഡേ ടു ഫ്രൈഡേ സാൻഡ്വിച്ച് ഓഫ് ഫാസ്റ്റ് ഫുഡ്. എല്ലാരും ജോലിക്ക് പോവല്ലോ. സാറ്റർഡേ സ്പെഷ്യലാ. മമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കും. സൺഡേ പള്ളിയില്. പണ്ട് ബിരിയാണി ആയിരുന്നു, ഇപ്പൊ നല്ല ചൂട് കഞ്ഞിയും പയറും കിട്ടും. ഇന്ന് ഇവിടെ ഏതായാലും ഞങ്ങൾ നല്ല നാടൻ ഊണ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനും കൂടാ മമ്മി. എല്ലാം മമ്മിയുടെ കൂടെ തന്നെ നിന്ന് ചെയ്യണമെന്നാ എന്റെ മമ്മ പറഞ്ഞു കേട്ടെ. മോളെ, നീ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ പറയാറുണ്ട്, പുത്തനച്ചി പുരപ്പുറം തൂക്കും. മോളെ, ഈ ആവേശമൊക്കെ എന്നും കാണണം കേട്ടോ. എന്നാലും മോളെ, ഇതൊക്കെ മോൾക്ക് ചെയ്യാൻ പറ്റുമോ? അറിഞ്ഞൂടാ, എന്താണേലും ഞാനും കൂടെ ഒരു കൈ നോക്കട്ടെ. എന്നാ ഇതാ നോക്കിക്കോ എന്തൊക്കെയാന്ന്. പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയ്യെല്ലാം പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വച്ചുന്നെ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വച്ചുന്നെ. ഊണും പൊളി. ഇറ്റ് വാസ് യമ്മി. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി ഇത് തന്നെ. അയ്യോ, 4 മണി ആയല്ലോ. ഇവിടെ കാപ്പിക്ക് ക്രോസാൻ കിട്ടുമോ മമ്മി? എന്ത് ക്രോസാൻഡോ? അതറിയത്തില്ലേ, ഇങ്ങനെ സോഫ്റ്റ് ബട്ടറി ബ്രെഡ് പോലെ ചുരുണ്ടിരിക്കുന്ന ഒരു സാധനം, ക്രോസാൻഡ്. അങ്ങനത്തെ കണസ കുണസ ഒന്നും ഇവിടെ ഇല്ല കൊച്ചേ. അതൊക്കെ എങ്ങനെയാ കഴിക്കുന്നേ? പണ്ടേ ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. കപ്പ കൊണ്ട് ഞങ്ങൾ എന്തൊക്കെ തരം വിഭവങ്ങൾ ഉണ്ടാക്കുമായിരുന്നറിയാവോ? കപ്പപ്പുഴുക്ക്, കപ്പ വേവിച്ചത്, കപ്പ പുട്ട്, ഇപ്പോഴാണേ കപ്പ ബിരിയാണി വരെ ഉണ്ട്. ഇന്ന് മോക്ക് വ്യത്യസ്തമായൊരു പുട്ടുണ്ടാക്കി തരാമേ, കഴിച്ചു നോക്കേ.
അതേ മക്കളെ, ക്രൊസോൺ ആണേലും പുട്ടാണേലും എല്ലാവരും അത് ഒരുമിച്ചുണ്ടാക്കി ഒരുമിച്ച് കഴിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം. അത് മാത്രമല്ല അമ്മേ, ദൈവം നമ്മളെ ഇത്രയൊക്കെ അനുഗ്രഹിച്ചപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ പങ്കുവെക്കാൻ എന്നുള്ള കടമ നമുക്കുണ്ട്. മോളത് എപ്പോഴും ഓർക്കണം കേട്ടോ. ആ മമ്മി, ഞങ്ങൾ ലണ്ടനിൽ പള്ളിയായിട്ടും സ്വന്തമായിട്ടും ഒക്കെ പല ചാരിറ്റി ചെയ്യാറുണ്ട്. വി ടേക്ക് ദാറ്റ് വെരി സീരിയസ്ലി. അതാണ് മോളെ, ആർക്കെങ്കിലും ഒക്കെ സഹായഹസ്തമാവാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും നന്മയുണ്ടാവട്ടെ. പാശ്ചാത്യ സംഗീതവും പൗരസ്ത്യ സംഗീതവും കോർത്തിണക്കി മലയാളക്കരയെ സംഗീത സാന്ദ്രമാക്കുന്ന സംഗീത സംവിധായകൻ AR റഹ്മാനു ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി പിയാനോയുടെ അത്ഭുത സ്പർശം നമ്മുടെ ഏവരുടെയും ലില്ലിക്കുട്ടി. മനസ്സിനെ തൊട്ടുണർത്തുന്ന പുല്ലാങ്കുഴൽ സംഗീതം, പാഴ്മുളം തണ്ടിനെ സംഗീതമാക്കുന്ന നിറസാന്നിധ്യം. ഇതാ നമുക്കായി കുഞ്ഞുഞ്ഞമ്മ. സംഗീതത്തിന്റെ മാസ്മരികതയൊരുക്കുന്ന കൊച്ചു കലാകാരി. വ്യത്യസ്തമായ ഭാവങ്ങളിൽ നമ്മെ ഇത്രയും നേരം ത്രസിപ്പിച്ച പ്രതിഭ നമ്മുടെ സ്വന്തം സുസന്നാമ്മ. കൈകളാൽ തീർക്കുന്ന മാന്ത്രികനാദം, മലയാള മനസ്സിനെ ഗിറ്റാറിലൂടെ കീഴടക്കിയ അത്ഭുത പ്രതിഭ നമ്മുടെ സ്വന്തം അന്നക്കുട്ടി. സപ്തതാളങ്ങൾ വിരലുകളിൽ പ്രതിഫലിപ്പിക്കുന്ന കലാകാരി, അവതാളങ്ങളെ സ്വർഗീയ താളമാക്കി മാറ്റിയ സുന്ദര പ്രതിഭ, ഏവരുടെയും പ്രിയങ്കരിയായ മോളിക്കുട്ടി. പാശ്ചാത്യ സംഗീത താളത്തെ ഭാരതീയ സംഗീത താളവുമായി കോർത്തിണക്കി അത്ഭുതം സൃഷ്ടിച്ച കലാകാരി നമ്മുടെ സ്വന്തം ത്രേസ്യാമ്മ. കുളിർമഴ പോലെ പെയ്തിറങ്ങുന്ന അനശ്വര സംഗീതം കൊണ്ട് ഇന്ത്യൻ സിനിമയെ തന്നെ ജ്വലിപ്പിച്ച വാനമ്പാടി നമ്മുടെ ഏവരുടെയും പ്രിയങ്കരി ശോശക്കുട്ടി. നിശ്ചൽ വീഡിയോഗ്രഫിയെയും പോർട്സ്മത്ത് സാംസ് വീഡിയോഗ്രഫിയെയും പിന്നിലാക്കി ഈ വർഷത്തെ ഏറ്റവും നല്ല വീഡിയോഗ്രഫി അവാർഡ് നേടിയ നമ്മുടെ സ്വന്തം കുഞ്ഞന്നാമ്മയും മോളിക്കുട്ടിയും.